ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വണ്ടി ഇറക്കി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കൽപ്പറ്റ യമഹേൻ്റെ ഷോറൂമിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എംഐൻ്റെ ഒരു എയർപോഡാണ് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായി മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അൺബോക്സിങ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഓൾറെഡി ഈ ഒരു ബോക്സ് കാര്യങ്ങൾ പൊട്ടിച്ചാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ ഈ ഒരു ബോക്സിൻ്റെ പുറമെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ നോക്കാം. പിന്നെ അതിന് മുന്നേ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്തേക്കാം, നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂയിലോട്ട് പോകും. ഇത് കണ്ടോ, ബോക്സ് അവിടുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്ട് ഷോപ്പിൽ നിന്ന് അവർ തരത്തില്ല. അപ്പോൾ എന്തായാലും അത് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തു. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 4000 റുപ്പീസാണ്. അതായത് ഒരു 1 ഇയർ മുമ്പ് 5000 ആയിരുന്നു റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് MI ട്രൂ വയർലെസ് എയർഫോൺ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ 1 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1ൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. റിവ്യൂവും അതുപോലെ അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് നെഗറ്റീവ്സ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 ആയിരുന്നു. ഇപ്പോൾ അത് റേറ്റ് കുറഞ്ഞ് 4000 ആയിട്ട് MI സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ 3G മൊബൈൽ സ്റ്റോറുകളിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് ഈ ഒരു സംഭവത്തിന് വരാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സെൻസറാണ് കൂടുതലായിട്ടും വരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാനിത് മേടിച്ചിട്ട്. സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോളിങ്ങിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് സിംഗിൾ എയർപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ മതിയാവും. പിന്നെ അതുപോലെ 2 നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സോങ്സോ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും ഇപ്പോൾ വരുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് പോസ് ആവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ ഒരു സെൻസറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സെൻസർ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക്കലി പോസ് ആവുന്നതും അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നതും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കംഫർട്ടബിളായിട്ട് നമ്മുടെ ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ടിക്ക് എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നത് തന്നെ സെൻസറിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർലെസ് ഫസ്റ്റ്, അതായത് MIൻ്റെ ആദ്യം ഒരു വയർലെസ് എയർഫോൺ ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. അത് ഇറങ്ങിയപ്പം കൂടുതൽ ആൾക്കാരും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ അതിൽ കംഫർട്ടബിൾ അല്ലാത്ത ചെവിയിൽ ചില ആൾക്കാർ ഇരിക്കത്തില്ല, അതുപോലെ തന്നെ ചെവിയിൽ ഇങ്ങനെ സൈഡിലോട്ട് ചെയ്യുന്ന സമയത്ത് ഊരി പോകുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എയർഫോൺ 2 മോഡലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, കംഫർട്ടബിൾ തന്നെയാണ്. നമ്മുടെ ചെവിയിൽ വെക്കുന്ന സമയത്താണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും താഴെ പോകുന്ന ആ ഒരു ഇതൊന്നുമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്നല്ല, ഞാൻ വാങ്ങിച്ചത് അടുത്തുള്ള ഒരു 3G മൊബൈൽ ഷോപ്പിൽ നിന്നാണ്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പുൽപ്പള്ളി ഏരിയയിലുള്ള 3G മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇതാണ് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെവിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോങ് പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ നല്ലൊരു പെയിൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ വരണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇയറുമായിട്ട് ചിലപ്പോൾ ഇത് കംഫർട്ടബിളായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ എനിക്കിത് ഇയറിൽ ഒരുപാട് ടൈം വെക്കുന്ന സമയത്ത് അൺകംഫർട്ടബിൾ എന്ന് പറയുന്നത് ചെറിയൊരു പെയിൻ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ്റെ കാര്യമാണ്. പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം എയർഫോണൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈസി 1 സ്റ്റെപ്പ് പെയറിങ്. ഇപ്പോൾ നമ്മളുടെ ആപ്പിൾ ഐപാഡിൽ അതുപോലെ തന്നെ ആപ്പിൾ ഐഫോണിലൊക്കെ നമുക്കറിയാം എയർപോഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയർപോഡിൽ നമ്മൾ ജസ്റ്റ് അതിനകത്ത് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഐഫോണിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെയർ ആവുന്ന ആ ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ സംഭവം തന്നെ നമ്മളുടെ MI ട്രൂ വയർലെസ് എയർഫോൺ 2ൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ MIൻ്റെ മൊബൈലിൽ നമ്മളുടെ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ 1 ടച്ച് പെയറിങ് എന്നുള്ള രീതിയിലോട്ട് പെട്ടെന്ന് തന്നെ അത് കണക്റ്റ് ആവുന്ന ഒരു രീതിയിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആനിമേഷനും നമുക്ക് നമ്മളുടെ ആ ഒരു MI ഫോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് എയർപോഡിൽ റൈറ്റ് എയർഫോണിൽ എത്ര ചാർജ് ഉണ്ട്, ലെഫ്റ്റ് എയർപോഡിൽ എത്ര ചാർജ് ഉണ്ട്, പിന്നെ ഈ ഒരു ബോക്സിൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ആനിമേഷൻ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു മോഡൽ ഇപ്പം വയർലെസ് 3 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരം ഇനിയും താഴെ റേറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു മോഡൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു എയർഫോണാണ്. പിന്നെ പ്രൈസ് നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നോർമലി നിങ്ങളിപ്പോൾ ഒരു 1000-2000 രൂപ റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MI2 വയർലെസ് എയർഫോണിൻ്റെ ഫസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം എന്തായാലും ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ കാണാം.